സങ്കടങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എങ്ങനെ സന്തോഷത്തിലേക്കും ആരോഗ്യത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും ഒക്കെ മാറാം എന്നുള്ളത് ഈ ഒരു ബുക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ലൈഫിൽ സ്റ്റക്കായ ഒരു അവസ്ഥയിലാണോ? നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾക്ക് എത്തിപ്പെടാനും പറ്റാത്ത അത്ര ദൂരെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നേടിയെടുക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്ന, ഒരുപാട് ടിപ്സുകൾ തരുന്ന ഒരു ബുക്കുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ദി സീക്രട്ട് എന്ന ഈ ഒരു ബുക്കിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ബുക്ക് വളരെ പ്രശസ്തമായ ബുക്കാണ്. ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ള ബുക്കാണ്. ഇപ്പം നമ്മളുടെ കേരളത്തിലൊക്കെ ഇത് കുറച്ചുകൂടി പോപ്പുലറായിട്ട് വരുന്നുണ്ട്. ഞാനിത് 2016 അല്ലെങ്കിൽ 2017 ആ ഒരു വർഷക്കാലത്തിൽ വാങ്ങിയിട്ടുള്ള ബുക്കാണ്. എൻ്റെ ഫസ്റ്റ് ബുക്കാണ്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്തെടുത്തൊരു ബുക്കെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരുപാട് ആശിച്ച് മോഹിച്ച് വാങ്ങണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരുന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു ബുക്കാണ്. ഈ ഒരു ബുക്ക് ഒരു പോസിറ്റീവ് തിങ്കിങ് തരുന്ന ബുക്ക് മാത്രമല്ല, നമ്മുടെ മൈൻഡ് സെറ്റിനെ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ്. എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളെ, നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ നമ്മളുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാം, അത് നേടിയെടുക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബുക്കിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ലൈഫിൽ എങ്ങും എത്താൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവർ, ഇങ്ങനെയുള്ളവർക്ക് അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും, പല സ്റ്റേജിലൂടെ ലൈഫിൽ പല വിഷമഘട്ടങ്ങളിലൂടെ പോകുന്നവരും അവരുടെ ലൈഫിൽ എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ പ്രോബ്ലംസ്, നെഗറ്റീവ് തിങ്കിങ്ങിനെ എങ്ങനെ പോസിറ്റീവായിട്ട് മാറ്റാം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ടിപ്സുകൾ ഈ ഒരു ബുക്കിൽ വരുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ടും മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ടും യൂണിവേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് ദി സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക്. ഇതിൻ്റെ ഇംഗ്ലീഷും മലയാളവും അവൈലബിൾ ആണ്. എന്തായാലും ഈ ഒരു ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം, വീഡിയോയിൽ തന്നെ ടാഗ് ചെയ്ത് കൊടുക്കാം. ഷോപ്പ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഞാൻ ഇംഗ്ലീഷും മലയാളവും രണ്ടും ടാഗ് ചെയ്ത് കൊടുക്കാം. വാങ്ങേണ്ടവർ തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു ബുക്കാണ്. ഒരു നഷ്ടബോധവും നമുക്ക് തോന്നാത്ത ഒരു ബുക്കാണ് ഈ ഒരു ബുക്ക്. പോസിറ്റിവിറ്റി വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇടയ്ക്ക് എടുത്ത് മറിച്ച് നോക്കാറുണ്ട്. ഇന്നും ഞാൻ വാങ്ങി അതേ പുതുമയോടുകൂടി തന്നെ സൂക്ഷിക്കുന്ന ഒരു ബുക്കാണ്. എല്ലാ ബുക്കും ഞാൻ സൂക്ഷിക്കാറുണ്ട്, എന്നാലും ഇത് കുറച്ചുകൂടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബുക്കാണ്. ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ടും മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ടും യൂണിവേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ വാങ്ങിയൊരു ബുക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ബുക്ക് വാങ്ങിക്കഴിഞ്ഞിട്ട് ഇതിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ, കുറേ ടിപ്സുകളുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടിപ്സുകൾ ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്കിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ വീടായിക്കോട്ടെ, എൻ്റെ കരിയർ ആയിക്കോട്ടെ, എല്ലാം ഞാൻ മാനിഫെസ്റ്റ് ചെയ്തെടുത്തത് ഈ ഒരു ബുക്കും കൂടി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കതിന് മുന്നേ തന്നെ, ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നതിന് മുന്നേ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവുന്നുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി അറിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി നമ്മൾ ഇത് അറിഞ്ഞുകൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും. അപ്പം അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ബുക്കാണ് ഈ ഒരു ബുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഒരു പോസിറ്റിവിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക, തീർച്ചയായിട്ടും ഈ ബുക്ക് വായിച്ചിട്ടുള്ളവർ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ റെസ്പോൺസ് കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും എത്രത്തോളം ഈ ഒരു ബുക്ക് നമ്മളുടെ ലൈഫിനെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. എനിക്ക് കൂടുതലും ഈ ടൈപ്പ് ബുക്കുകൾ വായിക്കുന്നതിനോടാണ് താല്പര്യം. അപ്പം ഇത്തരം ബുക്കുകൾ നമുക്ക് തരുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അതുപോലെ നമുക്ക് ഭയങ്കര ഒരു എനർജി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ബുക്കുകളാണ് ഇത്തരം ബുക്കുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബുക്ക് മസ്റ്റ് റീഡ് ബുക്കാണ്. ഞാൻ നിങ്ങൾക്ക് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കാണ്. ദി സീക്രട്ട് എന്ന ഈ ഒരു ബുക്കിനോടൊപ്പം തന്നെ നിങ്ങൾ വായിച്ചിരിക്കേണ്ട മറ്റൊരു ബുക്ക് കൂടി ഞാൻ റെക്കമെൻഡ് ചെയ്യാം. നിങ്ങളിപ്പോൾ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഇത് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇത് വാങ്ങിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങിക്കേണ്ട മറ്റൊരു ബുക്ക് കൂടി ഞാൻ പറയാം. അതാണ് ഈ ബുക്ക്, നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി, പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഇംഗ്ലീഷും മലയാളവും അവൈലബിൾ ആണ്. ഇതും ഭയങ്കര അടിപൊളി ബുക്കാണ്. ഇത് രണ്ടും ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ള ബുക്കുകളിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ബുക്കുകളാണ്. ഇത് നമ്മളുടെ മൈൻഡിനെ ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ചെയ്യും. നമ്മൾ ഏത് വിഷമഘട്ടത്തിൽ നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കും. എന്താ പറയുക, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും, നമ്മുടെ മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട്, യൂണിവേഴ്സിൻ്റെ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളതൊക്കെ ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരുപാട് ടിപ്സുകൾ പറയുന്നുണ്ട്. ടിപ്സുകൾ മാത്രമല്ല, അതിൽ ഒരുപാട് പേര് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ടുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പം മസ്റ്റ് റീഡ് ആയിട്ടുള്ള ബുക്കാണ്. എല്ലാവരും ഇത് വായിച്ച് നോക്കുക.
ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഗോൾ സെറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുള്ള, എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ചിലപ്പോൾ കടങ്ങളുണ്ടായിരിക്കും, അത് വീട്ടണം, ചിലപ്പോൾ രോഗം ഉണ്ടായിരിക്കണം, അത് മാറണം, അങ്ങനെ കുറേ വിഷമഘട്ടങ്ങളിലൂടെ പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നേടിക്കഴിഞ്ഞതായിട്ട്, ഉദാഹരണം ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് ആ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു, നിങ്ങൾക്ക് അതൊരു മോശമായിട്ടാണ് തോന്നിയത്, അതായത് ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കിട്ടില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് മനസ്സിലുള്ളതെന്ന് വെച്ചോളാം. അതിനെ നിങ്ങൾ മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഞാൻ പാസ്സായി, ഞാൻ സെലക്റ്റായി, എനിക്ക് ജോലി കിട്ടി, ഞാൻ ജോലിയിൽ കയറി, എൻ്റെ 1 മന്ത് സാലറി വന്നു, സാലറി ഒരു ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നമ്പർ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 1 ലാക്ക് കിട്ടി, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ പറയുക. ഇങ്ങനെ ഓരോരോ ഡീറ്റെയിൽസും പറയുമ്പോൾ, ഇപ്പോൾ എനിക്ക് ജോലി കിട്ടിയെന്ന് മാത്രം പറയുമ്പോൾ അത് അവിടെ തീർന്നു. എന്ത് ജോലിയാണെന്നോ, എത്ര രൂപ സാലറി ആണെന്നോ, എവിടെ ആണെന്നോ, നിങ്ങൾ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയുന്നോ അത്രത്തോളം നിങ്ങളിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യപ്പെടും. ഇപ്പം നിങ്ങൾ ഒരു പാർട്ട്ണറിനെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണറിനെയാണ് വേണ്ടെങ്കിൽ ആ പാർട്ട്ണറിനെ പറ്റിയിട്ട് അയാളുടെ ഗുണങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ നിങ്ങൾക്ക് അതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കിട്ടിയതായിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. അത് ഭയങ്കരമായിട്ട് വർക്കാവും, ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. അപ്പം നിങ്ങളുടെ ആഗ്രഹം കിട്ടിക്കഴിഞ്ഞതായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് ഭയങ്കര പവർഫുള്ളാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഈ സെയിം കാര്യമാണ് ഷോർട്ട് വീഡിയോ ചെയ്തത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. ആ കമൻറ്റ് ഇട്ട് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ അവർക്ക് ജോലി കിട്ടി. ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു കമൻറ്റ് ഇട്ടത്. ആ 1 വീക്കിനുള്ളിൽ തന്നെ അവർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് തിരിച്ചു വന്നിട്ട് വീണ്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഭയങ്കരമായിട്ടുള്ള മിറാക്കിൾ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് 24 hours മാനിഫെസ്റ്റേഷൻ ചാലഞ്ചാണ്. മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ടോ, നിങ്ങൾക്ക് എങ്ങനെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ടോ, യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു ചാലഞ്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക.